കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അവാർഡ് നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. ചില താരങ്ങളെ തഴഞ്ഞും ചിലർക്ക് അവാർഡ് കൊടുത്തതുമെല്ലാം വിവാദമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ നടനും ബിഗ് ബോസ് താരമായ ഫിറോസ് ഖാൻ മുന്നോട്ട് വെച്ച വിചിത്ര വാദം കേട്ടവരെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയല്ലായിരുന്നു അറിയിച്ചിരുന്നത് എന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞിരുന്നത്. ബ്രഹ്മയുഗത്തെ മമ്മൂട്ടിയേക്കാൾ മികച്ച നടനാകാൻ അർഹൻ ആടുജീവിതത്തിലെ പൃഥ്വിരാജ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തന്റെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിലാണ് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കാതെ പോയെന്നും ഫിറോസ് പറയുന്നു. മുരളി, നെടുമുടി വേണു, ജഗദീഷ് ശ്രീകുമാർ, തിലകൻ ഇവരൊക്കെ പോലെ തന്നെയാണ് നല്ലൊരു നടനാണ് മമ്മൂക്ക. ബ്രഹ്മയുഗം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഇപ്പോൾ അവാർഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലും ഗംഭീരമായ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയത്വം ചങ്കൂറ്റത്തോടെ പറഞ്ഞതിന്റെ പേരിൽ ദേശീയ പുരസ്കാരം പോയി. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡും പോയി. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പൃഥ്വിരാജ്. ആടുജീവിതത്തിൽ പൃഥ്വിരാജിന്റെ അഭയം അവാർഡ് അറിയിച്ചിരുന്നു. അതിലും വലിയൊരു പ്രകടനം കഴിഞ്ഞ വർഷം വേറെ ഉണ്ടായിട്ടില്ല. നിലപാട് പറഞ്ഞതിന്റെ പേരിൽ ഹൊറാർക്കിയും മൊറാർക്കിയായും വിധി പറയുന്ന സമൂഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാണെന്ന് ഫിറോസ് പറയുന്നു. എന്നാൽ രസകരമായ വസ്തുത എന്തെന്നാൽ ആടുജീവിതത്തിലെ അഭിനയത്തിന് 2021 മികച്ച നടനുള്ള പുരസ്കാരം നേരത്തെ തന്നെ പൃഥ്വിരാജ് നൽകിയിരുന്നു എന്നതാണ്. കമന്റ് ബോക്സിൽ പലരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച ഫിറോസ് വീഡിയോ പിൻവലിച്ചു. എങ്കിലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി. അതോടെ ട്രോളുകൾ ഏറ്റുവാങ്ങുകയാണ് ഫിറോസ്. 2024 ഉറങ്ങിയിട്ട് ഇപ്പോഴാണോ എഴുന്നേൽക്കുന്നത് എന്നാണ് ഫിറോസിനോട് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം അവാർഡ് പ്രഖ്യാപിച്ചാൽ എവിടെ ആയിരുന്നു, ഇത്രയും നാൾ കോമയിലായിരുന്നു എന്നെല്ലാം സോഷ്യൽ മീഡിയ ഫിറോസിനെ ട്രോളുന്നുണ്ട്. പത്രം വായിച്ചില്ലെങ്കിലും ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്.